പാഴായിപ്പോകുന്ന വസ്തുക്കൾക്ക് പുതിയ ജീവൻ നൽകി മാതൃകയാവുകയാണ് കുളത്തൂപ്പുഴ അയ്യൻപിള്ള വളവ് സ്വദേശി ശ്രീദേവിയിൽ അനിതാ പ്രിയൻ. ഉപയോഗശൂന്യമെന്ന് കരുതി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികളും കാർഡ്ബോർഡുകളും ഉപയോഗിച്ചാണ് വിവിധ തരത്തിലുള്ള കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നത്. ഒഴിഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ കാണുമ്പോൾ ചെറുപ്പം മുതലേ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹമാണ് ഇത്തരത്തിലുള്ള കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചതെന്ന് അനിതാ പ്രിയൻ പറയുന്നു. ശ്രീനാരായണ ഗുരുദേവൻ, നടരാജ വിഗ്രഹം, മയിൽ, ആന തുടങ്ങി വിവിധ തരം ഫ്ലവർ വൈസ് താൻ നിർമ്മിച്ചതെല്ലാം വീടിന്റെ വിവിധ കോണുകളിൽ അലങ്കാര വസ്തുവായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഭർത്താവായ പ്രിയദർശൻ എല്ലാ പിന്തുണയും നൽകുന്നുണ്ടെന്നും അനിതാ പ്രിയൻ പറയുന്നു. എന്റെ പേര് അനിതാ പ്രിയൻ. ഞാൻ വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടാണ് ഈ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നത്. എനിക്ക് നേരത്തെ കുഞ്ഞിലെ ഇത് പടം വരയ്ക്കാനും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കഴിവുണ്ടായിരുന്നു. പിന്നെ ഇപ്പോ കുറെ നാൾ കൊണ്ട് എന്ത് കണ്ടാലും എനിക്കത് ഉണ്ടാക്കണം എന്നുള്ള ഒരു താല്പര്യമാണ്. അങ്ങനെ ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് അതിനുള്ള ഇപ്പൊ അവരൊക്കെ ഓരോരോ ഭാഗത്ത് പഠിക്കാനൊക്കെ പോയപ്പോൾ ഞാൻ വീണ്ടും അത് തന്നെ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് എന്തോ ചെയ്യണം, അങ്ങനെ ഓരോന്ന് ഞാൻ ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഈ ബോട്ടിലൊക്കെ കാണുമ്പോൾ ഇത് വെച്ച് അങ്ങനെ ചെയ്യാം എങ്ങനെ ചെയ്യാം എന്നൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു ദിവസം ഈ ബോട്ടിലെടുത്ത് കണ്ടിച്ചിട്ട് ഇത് ബോട്ടിൽ വെച്ച് ഉണ്ടാക്കിയേക്കുവാ. നല്ല പ്ലാസ്റ്റിക്കിന്റെ ഇത് വെച്ച് കട്ട് ചെയ്ത് അതിന് കളറൊക്കെ കൊടുത്തിട്ട് ഇതിന്റെ അടിയിലും പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഇതും പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെയാ കൈതച്ചക്ക ഉണ്ടാക്കിയേക്കുന്നത്. ഇതിന്റെ വേറെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ഇത് മയില്, ഇത് 2 ലിറ്ററിന്റെ കുപ്പി വെച്ചാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. 2 ലിറ്ററിന്റെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് ഇത് കട്ട് ചെയ്തിട്ട് ഇതേപോലെ എടുത്തിട്ട് വൈറ്റ് സിമന്റ് വെച്ച് ഇതിനകത്തെല്ലാം അത് തന്നെ കുപ്പി തന്നെ. പിന്നെ ഞാന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി ഈ ഇങ്ങനെ ഫേസ് കൊടുത്ത് എനിക്ക് കുറെ ഉണ്ടാക്കണമെന്നുണ്ട്. പക്ഷെ മുഖമൊക്കെ എങ്ങനെ വരുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ മോൾഡ് അന്വേഷിച്ച് നടന്ന്. അപ്പൊ മോൾഡ് എങ്ങും കിട്ടിയില്ല. മോൾഡ് വെച്ചിട്ട് ശരീരമൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും, മോൾഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ഞാൻ തന്റെ ഫസ്റ്റിൽ ഈ ലാഫിംഗ് ബുദ്ധ ഇതിനെ ഉണ്ടാക്കാൻ ഞാൻ നോക്കിയത്. അപ്പൊ കാണാൻ കണ്ണും മുഖവും ഒക്കെ വരുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയപ്പോ നല്ല കറക്റ്റായിട്ട് എല്ലാം വന്നു. അപ്പോഴ് എനിക്ക് തോന്നി ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയതാ അത് ഇതുകൊണ്ട് അവിടെ ആ മഹാബലി, അത് കണ്ട മഹാബലിയെ. അപ്പോഴ് കണ്ണും മുഖവും ഒക്കെ കറക്റ്റ് വരുന്നുണ്ടെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് മൂന്നാമത് ഞാൻ അതുണ്ടാക്കി കൃഷ്ണനും രാധയും. കൃഷ്ണനും രാധയുണ്ടാക്കി. അതിന്റെ ഉള്ളില് പ്ലാസ്റ്റിക് ബോട്ടിലാണ്. കൃഷ്ണന്റെ ഉള്ളില് പ്ലാസ്റ്റിക് ബോട്ടിലാ. ഇങ്ങനെ വരത്തില്ലേ, കുപ്പിയുടെ ഇങ്ങനെ ബോർഡർ വരത്തില്ലേ, അത് വെച്ചിട്ട് അത് പ്ലാസ്റ്റിക് ബോട്ടിലാ. ഇതും പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ഉണ്ടാക്കിയതാ. ആദ്യം ഉണ്ടാക്കി ഈ മഴയിലെ ഉണ്ടാക്കി, പിന്നെ അത് കഴിഞ്ഞാണ് ആദ്യം ഉണ്ടാക്കിയത്. ഇതിൽ നിൽക്കുന്ന അങ്ങനെ ഉണ്ടാക്കാൻ പറയും. ഇത് എന്റെ കൂട്ടുകാരി സിബിയാ. സിബി എപ്പോഴും ഇത് വന്ന് കണ്ടിട്ട് പറയും നമുക്കിത് എവിടെങ്കിലുമൊക്കെ ചാനലിലൊക്കെ കൊടുക്കണമെന്നൊക്കെ പറയും. അങ്ങനെ സിബിയുടെ നിർബന്ധത്തിലായി ഇപ്പം ഇങ്ങനെ ഒരു ചാനലുകാർ വന്നതും എല്ലാം സിബി പറഞ്ഞിട്ടാ. സിബി ഇത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് സിബി പറഞ്ഞു ഇത് ഇങ്ങനെ ചെയ്യാതെ പറ്റത്തുള്ളെന്ന് പറഞ്ഞു. ഈ ശ്രീനാരായണ ഗുരുവിനെ കണ്ടെത്താ സിബിക്ക് ഭയങ്കര ഇത് തോന്നിയത്. ശ്രീനാരായണ ഗുരുവിനെ ഉണ്ടാക്കണമെങ്കിൽ എത്ര സമയം എടുക്കും? എത്ര രൂപയൊക്കെ ചെലവാകും ഇതിന്? ഇതിന് ചെലവ് വളരെ കുറവാണ്. പക്ഷേങ്കില് നമ്മള് ഒന്നും ചെയ്യാതെ നമ്മള് ഇത് തന്നെ ഉണ്ടാക്കുമെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഒരെണ്ണം ഉണ്ടാക്കി തീർക്കാം. അതായത് നമ്മൾ മോൾഡ് ഒന്നും ഉപയോഗിക്കുന്നില്ല, വെറും കൈ വെച്ച് അത് ഉണങ്ങുന്നതിനനുസരിച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. ഓരോരോ ഭാഗങ്ങൾ ഉണങ്ങുന്നതിനനുസരിച്ച്
അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരാഴ്ച കൊണ്ട് ചെയ്യാം. പക്ഷെ എനിക്കിവിടെ ജോലിയൊക്കെ ഉള്ളത് കൊണ്ട് ഒന്നല്ല, ചിലപ്പം 2 മാസമാവും. ഇപ്പൊ ഇത് പറഞ്ഞിട്ട് ഒരു വർഷം ആവാൻ പോകുന്നു. അത് എന്റെ 5-6 മാസമായിട്ടാണ് പറഞ്ഞിട്ട്. അതിപ്പോഴാണ് എനിക്ക് ഉണ്ടാക്കി തീർക്കാൻ പറ്റിയത്. പിന്നെ ഇതിന്റെ ചെലവെന്ന് പറയാൻ ഇതിനകത്ത് വൈറ്റ് സിമന്റും പശയൊക്കെയാണ് വില കുറഞ്ഞ സാധനങ്ങളാണ് നമ്മൾ ഏറ്റവും ഉണ്ടാക്കുന്നത്. പക്ഷെ ഉണ്ടാക്കുന്നതിന്റെ പണിഭാഗം നോക്കുമ്പോൾ നല്ല വില കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നും കാര്യത്തില്ല. 100 രൂപ തന്നാലും ഞാൻ വാങ്ങും, 100 രൂപ തന്നാലും ഞാൻ കുറ്റം പറയത്തില്ലെന്ന് പറഞ്ഞു. അതായത് അവർക്ക് നമുക്ക് അങ്ങനെ കൊടുക്കാം, അവർക്ക് മേടിക്കാനും പറ്റില്ല. നമുക്കിതങ്ങനെ വില പറഞ്ഞേ അതങ്ങനത്തെ ഒരു